Hello, welcome to anooptube. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് C++ലുള്ള സ്ട്രിംഗ് എന്ന് പറഞ്ഞ ഒരു ടൈപ്പിനെ കുറിച്ചിട്ടാണ്. പിന്നെ നമ്മൾ ബൂലിയൻ എന്ന് പറഞ്ഞ ടൈപ്പിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ സാധാരണ ഒരു സിയിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ക്യാരക്ടർ അറേ അല്ലെങ്കിൽ ഒരു സ്ട്രിംഗ് നമുക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുക ഒരു ക്യാരക്ടർ അറേ ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാർ നെയിം ഓഫ് ഒരു 10 എന്ന് കൊടുത്തു. അതിനുശേഷം നമ്മളൊരു വേരിയബിൾ ഒരു ക്യാരക്ടർ അറേ നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ സി സ്റ്റൈലിൽ നമ്മൾ സ്ട്രിങ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ C++ൽ നമുക്ക് രണ്ട് ടൈപ്പിലാണ് നമുക്ക് സ്ട്രിങ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് സി സ്റ്റൈൽ. ഓക്കെ, നമുക്ക് സി സ്റ്റൈലായിട്ട് നമുക്ക് ഇതേപോലെ നമുക്ക് സ്ട്രിങ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സെക്കൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഒരു സ്റ്റാൻഡേർഡ് നമ്മുടെ C++ലുള്ള സ്റ്റാൻഡേർഡ് ലൈബ്രറിയിൽ നമുക്ക് ഓൾറെഡി സ്ട്രിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് നമുക്ക് ഓൾറെഡി അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് std സ്ട്രിംഗ് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ std സ്ട്രിംഗ് എന്ന് വെറുതെ സെർച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റും C++ റെഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ C++ൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റേഷൻ വെബ്സൈറ്റാണ്. നമുക്കതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും std സ്ട്രിംഗ് സ്റ്റാൻഡേർഡ് ലൈബ്രറിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു ക്ലാസ്സാണ് std സ്ട്രിംഗ് എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, അപ്പോൾ ഇതിലാണ് നമുക്ക് സെക്കൻഡ് ടൈപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മളെ സാധാരണ സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രിംഗ് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, അതായത് നമുക്ക് ഒരു ക്ലാസ് സ്ട്രിംഗ് എന്ന് പറഞ്ഞൊരു ക്ലാസ് നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. അതിൻ്റെ നമുക്കൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ std സ്ട്രിംഗ് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, നെയിം 1, ബിക്കോസ് നെയിം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നെയിം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് രണ്ട് ടൈപ്പിൽ നമുക്ക് C++ൽ നമുക്ക് സ്ട്രിംഗ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി സിയിൽ നമുക്ക് ഒരു സംഭവം പറഞ്ഞായിരുന്നു. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പ്രോഗ്രാംസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ന്യൂ ലൈൻ ക്യാരക്ടേഴ്സ് നമുക്ക് അല്ലെങ്കിൽ സ്പേസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റീഡ് ചെയ്യാൻ പറ്റില്ല. പ്രിൻ്റ് എഫ് വെച്ചിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ചിട്ടോ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് ഇവിടെ സീന് വെച്ചിട്ട് നമുക്കൊരിക്കലും നമുക്ക് നെക്സ്റ്റ് അതായത് സ്പേസ് ഇട്ടിട്ട് നമുക്കൊരു സംഭവം നമുക്ക് വാങ്ങാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ് നമുക്ക് ഗെറ്റ് ലൈൻ, പിന്നെ നമുക്ക് std ഗെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഹലോ വേൾഡ് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ പറയുകയാണ് std cout എൻ്റർ യുവർ നെയിം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ സീൻ. ഓക്കെ, നെയിം എന്ന് കൊടുത്തു. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഇവിടെ പ്രിൻ്റ് ചെയ്യാമെന്ന് ശ്രമിക്കുകയാണെങ്കിൽ std cout നെയിം std എൻഡിൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ റൺ അടിക്കുന്ന സമയത്ത് നമുക്കിവിടെ ഫസ്റ്റ് തന്നെ ഹലോ വേൾഡ് എന്ന് പ്രിൻറ്റ് ചെയ്ത് വരും. അതിനുശേഷം നെക്സ്റ്റ് നമുക്ക് ലൈനിൽ നമുക്ക് എൻ്റർ യുവർ നെയിം എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ അനൂപ് എന്ന് ഞാൻ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അനൂപ് എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് നമുക്ക് സ്പേസ് ഇട്ടിട്ട് നമുക്ക് എങ്ങനെ വാങ്ങാൻ പറ്റുന്നതാണ്. ഓക്കെ, സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ നമുക്കതെങ്ങനെ നോക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും റൺ ചെയ്യാണ്. അപ്പോൾ എൻ്റർ യുവർ നെയിം എന്ന് പറയുമ്പോൾ ഞാൻ അനൂപ് സ്പേസ് ഇട്ടിട്ട് അനൂപ് പി എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കിട്ടുന്നത് അനൂപ് എന്ന് മാത്രമായിരിക്കും കിട്ടുക. അതായത് സ്പേസിന് ശേഷമുള്ളത് കിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്കിത് വാങ്ങണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫംഗ്ഷനാണ് std ഗെറ്റ് ലൈൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഓക്കെ, ഗെറ്റ് ലൈൻ std ഗെറ്റ് ലൈൻ എന്ന് കൊടുക്കുക. അതിനുശേഷം ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് നമ്മൾ എവിടെ നിന്നാണ് മേടിക്കുന്നതാണ് പറഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മൾ std c എന്ന് കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ടാണ് നമുക്ക് എടുത്ത് വെക്കേണ്ടത്, അതിലോട്ട് എടുത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് നെയിം 1 എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം അപ്പോൾ ഇവിടെ എൻ്റർ യുവർ നെയിം 1 ആൻഡ് എൻ്റർ യുവർ നെയിം 2 എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈമിൽ നമ്മൾ നെയിം 1 കൊടുക്കുന്നത് നമ്മൾ സീൻ വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. നെയിം 2 എന്ന് പറയുന്നത് നമ്മൾ ഗെറ്റ് ലൈൻ വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ /n കൊടുക്കും. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെയാണ് സംഭവിക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് എൻ്റർ യുവർ നെയിം 1 എന്ന് പറയുന്നത് നമ്മൾ സീൻ വെച്ച് മേടിക്കാൻ പോകുന്നു. നെക്സ്റ്റ് നമ്മൾ എൻ്റർ യുവർ നെയിം 2 എന്ന് പറയുന്നത് നമ്മൾ ഗെറ്റ് ലൈൻ വെച്ച് മേടിക്കാൻ പോകുന്നു. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ജസ്റ്റ് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ കൊടുക്കുക എൻ്റർ യുവർ നെയിം. അപ്പോൾ ഞാൻ കൊടുക്കുന്നത് അനൂപ് സ്പേസ് ഇട്ടിട്ട് പി അടിച്ച് കഴിഞ്ഞാൽ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരു എറർ വന്നിട്ടുണ്ട് അല്ലേ. കാരണം നമ്മൾ സെക്കൻഡ് ടൈം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് പി എന്ന് ഓൾറെഡി ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. കാരണം അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇൻപുട്ട് ചെയ്ത സമയത്ത് നമ്മൾ സ്പേസ് ഇട്ടിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നെക്സ്റ്റ് സീനിലോട്ടത്, അതായത് സീൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബഫറാണ് ശരിക്കും സിംപ്ലി ഉണ്ടാവുക.
അപ്പോൾ അതിലോട്ട് ഓട്ടോമാറ്റിക് സ്റ്റോർ ആവും. അപ്പോൾ നെക്സ്റ്റ് ടൈം നമ്മൾ സീൻ വിളിക്കുന്ന സമയത്ത് അതിൻ്റെ കണ്ടന്റ് ആയിരിക്കും എടുത്തിടുക. അപ്പോൾ അത് അത് നമുക്ക് ഈ സംഭവങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സീൻ ബഫറിനെ ക്ലിയർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് std scene ഡോട്ട് ഇഗ്നോർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. std ഇഗ്നോർ എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ കൊടുക്കേണ്ടത് ഒരു അത്യാവശ്യം വലിയൊരു നമ്പർ കൊടുക്കുക. അപ്പോൾ ഞാൻ കൊടുക്കുന്നത് 1000 കൊടുത്തു. അതിന് ശേഷം കോമറ്റിന് ശേഷം നമ്മളൊരു ന്യൂ ലൈൻ ക്യാരക്ടർ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ന്യൂ ലൈൻ ക്യാരക്ടർ വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഫ്ലഷ് ചെയ്ത് കളയാൻ പറയുകയാണ്, അതായത് ക്ലിയർ ചെയ്ത് കളയാൻ പറയുകയാണ്. അപ്പോൾ അതിനുശേഷം സേവ് ചെയ്യുക, അതിനുശേഷം റൺ ചെയ്യുക. അപ്പോൾ റൺ ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് നോക്കുക, സ്പേസ് ഇട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ടൈം നമുക്ക് എൻ്റർ ചെയ്യാൻ ചോദിക്കുന്നത്. നമുക്ക് നേരത്തെ ഈ എറർ വന്നിരുന്നില്ല, പീന്ന് ഓട്ടോമാറ്റിക്കായി റീഡ് ചെയ്യായിരുന്നു ചെയ്തിരുന്നില്ലേ. അപ്പോൾ ആ പ്രശ്നം പോയി. അതിനുശേഷം എൻ്റർ യുവർ നെയിം 2 എന്ന് കൊടുത്തതിന് ശേഷം ഞാൻ അനൂപ് സ്പേസ് ഇട്ടിട്ട് പീന്ന് കൊടുത്തു, എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ ഫസ്റ്റ് ടൈം അനൂപ് എന്ന് പ്രിൻറ്റ് ചെയ്തു. അത് ഈ ഫസ്റ്റ് ടൈം അനൂപ് പ്രിൻറ്റ് ചെയ്ത് നെയിമിലുള്ള അനൂപായിരിക്കും പ്രിൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് നെയിം 2ലുള്ളത്, അതായത് നെയിം 1 എന്ന് പറഞ്ഞ സാധനത്തില്ലേ അതിൽ നമ്മൾ സ്റ്റോർ ചെയ്തതായിരുന്നു ഗെറ്റ് ലൈൻ വെച്ചിട്ടായിരുന്നു നമ്മൾ സ്റ്റോർ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഗെറ്റ് ലൈൻ വെച്ച് സ്റ്റോർ ചെയ്തപ്പോൾ നമുക്ക് ആ എൻ്റയർ ലൈനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്പേസ് അടക്കം റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക്കലി നമ്മുടെ C++ലുള്ള സ്ട്രിംഗ് എന്ന് പറഞ്ഞൊരു ക്ലാസ്. ഓക്കെ, സ്ട്രിംഗ് ക്ലാസ് നമുക്ക് ബേസിക്കലി നിങ്ങൾക്ക് ഏത് ടൈപ്പ് വേണമെച്ചാലും നമുക്ക് യൂസ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് C സ്റ്റൈൽ സ്ട്രിംഗ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് std സ്ട്രിംഗ് യൂസ് ചെയ്യാം. ഏത് യൂസ് ചെയ്താലും കുഴപ്പമില്ല, അത് നിങ്ങളുടെ നമ്മുടെ യൂസ് കേസ് പോലെ നമുക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ബൂലിയൻ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഉണ്ട്. അതായത് ബൂലിയൻ എന്ന് പറഞ്ഞൊരു ടൈപ്പ് നമുക്ക് ഓൾറെഡി C++ അവൈലബിൾ ആണ്. അപ്പോൾ ബൂലിയൻ ടൈപ്പാണ് ബൂലിയൻ ടൈപ്പ്. അപ്പോൾ ബൂലിയൻ ടൈപ്പിൽ നമുക്ക് C++ അവൈലബിൾ ആയുള്ളത് ബൂൾ എന്ന് പറഞ്ഞിട്ടൊരു കീവേഡാണ്. ഓക്കെ, ബൂൾ, അതിനുശേഷം വേരിയബിൾ, ബൂൾ വേരിയബിൾ ഈക്വൾ ടു നമുക്ക് ഇഷ്ടമുള്ള പോലെ ഫാൾസ്ന്നോ അല്ലെങ്കിൽ ട്രൂ എന്നോ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ട്രൂ ആണോ ഫാൾസ് ആണോ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം വിചാരിക്കുക. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻറ്റ് ഏജ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വേരിയബിൾ ഉണ്ടാക്കി. ഓക്കെ, അതിനുശേഷം std cout എൻ്റർ യുവർ ഏജ്. ഓക്കെ, എൻ്റർ യുവർ ഏജ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. അതിനുശേഷം std scene ഏജ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. അതിനുശേഷം ഞാനിത് നോക്കുകയാണ് ബൂൾ ഗ്രേറ്റർ 18, അതായത് 18 വയസ്സിനേക്കാളും കൂടുതലാണോ ഞാൻ നോക്കാൻ പോകണം. അപ്പോൾ ഏജ് ഗ്രേറ്റർ ദാൻ 18 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇതിലോട്ട് അതിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണെങ്കിൽ നമുക്ക് ട്രൂ എന്ന് നമുക്ക് സാധനം ഗ്രേറ്റർ 18 സ്റ്റോർ ആവും, അല്ലെങ്കിൽ ഫോൾസ് എന്ന് പറഞ്ഞിട്ട് സാധനമായിരിക്കും സ്റ്റോർ ആവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം, std cout ഈസ് ഗ്രേറ്റർ ഞാൻ പ്രിൻറ്റ് ചെയ്യാൻ പോകണ്ടോ. ഓക്കെ, ഈസ് ഗ്രേറ്റർ ഞാൻ പ്രിൻറ്റ് ചെയ്യാൻ പോകണം. സേവ് ചെയ്തതിനു ശേഷം ഞാൻ വീണ്ടും റൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ എൻ്റെ നെയിം 1 അനൂപ് എൻ്റർ അടിച്ച് ഞാൻ വീണ്ടും അനൂപ് തന്നെ കൊടുത്തു. ഓക്കെ, അപ്പോൾ അനൂപ് എൻ്റെ ഏജ് ഞാൻ ചോദിച്ചു. അപ്പോൾ ഞാൻ കൊടുക്കുന്നത് 45 ആണ് കൊടുത്തു തരിക. അപ്പോൾ 45 കൊടുക്കുന്നെങ്കിൽ ഈസ് ഗ്രേറ്റർ 18 എന്ന് പറഞ്ഞ സാധനം 1 ആയിട്ട് കിട്ടിയിട്ടുണ്ട്, അതായത് ട്രൂ. ബൂൾ എന്ന് പറഞ്ഞ സാധനത്തിനായിരിക്കും ട്രൂ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതല്ല ഞാൻ കൊടുത്തിരിക്കുന്നത് 45 അല്ല, നമ്മൾ 18നേക്കാളും കുറവായിട്ടാണ് കിട്ടിയത്. നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ കോളൻ ഇടുന്നുണ്ട് കേട്ടോ. ഓക്കെ, കോളൻ ഇടുന്നുണ്ട്. അപ്പോൾ സേവ് ചെയ്തു, വീണ്ടും ഞാൻ റൺ ചെയ്യാൻ പോവുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത്, ഓക്കെ, ഞാനിവിടെ കൊടുക്കുന്നത് 16 ആണ് കൊടുത്തിരിക്കുക. എൻ്റെ ഏജ് എന്ന് പറഞ്ഞ സാധനം ഈസ് ഗ്രേറ്റർ 18 എന്ന് പറഞ്ഞ സാധനം 0 ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇതാണ് ബൂലിയൻ വേരിയബിൾ എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ബൂലിയൻ എന്ന് പറഞ്ഞ സാധനം ഓട്ടോമാറ്റിക്കലി അത് 0 or 1 ആയിരിക്കും അതിൽ സ്റ്റോർ ചെയ്യുക. അത് ട്രൂ ഓർ ഫാൾസ് ആണെങ്കിൽ അത് ബൂളിയൻ വേരിയബിൾ ആയിട്ട് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുക. അതായത് ട്രൂ ഓർ ഫാൾസ് എന്ന് പറഞ്ഞ സംഭവം 0 or 1 എന്ന് പറഞ്ഞ രീതിയിൽ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത് നമ്മുടെ സിയിൽ. ഓക്കെ, അപ്പോൾ അതേ ഒരു സ്പെസിഫിക് ആയിട്ടൊരു ടൈപ്പ് നമുക്ക് C++ൽ അവൈലബിൾ ആണ്. അതാണ് ബൂലിയൻ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് നമ്മൾ നോക്കിയത് സ്ട്രിങ്ങും ബൂലിയൻ വേരിയബിൾസും. ഓക്കെ, എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കി. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പുതിയൊരു ടോപ്പിക്കായിട്ട് വരും. അപ്പോൾ ബൈ.